ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ട്രംപിന്റെ ടീമിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടീമിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അംഗങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും. ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്, ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്, ഇറാൻ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ നടത്തുന്നത്, അങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ട്രംപ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന രണ്ടുപേരാണ് മാർക്കോ റൂബിയോയും JD വാൻസും. പക്ഷേ ഇവർ തമ്മിൽ ഇപ്പോൾ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. അതായത് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ചൊല്ലിയാണ് വാൻസും റൂബിയോയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇറാന്റെ ആദ്യ കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. തനിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടാണ് എന്ന നിലപാട് ട്രംപ് പല ലോകരാജ്യങ്ങളോടും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ വാൻസ് ആകട്ടെ കൂടുതൽ സമാധാനപരമായ സമീപനത്തിനും ഇറാനുമായുള്ള സഹകരണത്തിനും മുൻഗണന നൽകുമ്പോൾ മാർക്കോ റൂബിയോ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെ കാണണം അജയ്? വ്യത്യസ്തമായ നിലപാടുകളാണല്ലോ. ട്രംപിനൊരു നിലപാടുണ്ട്, അത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധം തുടരണമെന്നാണ്. അതിനിടയിലാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ വ്യത്യസ്ത നിലപാടുകളുമായി രംഗത്ത് വരുന്നത്. രഞ്ജിത്ത്, ഇതിലൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോഴൊന്നുമല്ല. തീർച്ചയായിട്ടും ഇനി 2028 അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നയം എന്താകണം എന്നതിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു പ്രായാധിക്യമൊക്കെ കാരണം ഇനി അടുത്ത തവണ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും. ഇപ്പോൾ JD വാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു ജനപ്രീതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നയങ്ങളെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും പിന്തുടരുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള തിരക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ നിലപാടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പോൾ JD വാൻസിൻ്റെ ഒരു നിലപാടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. JD വാൻസ് പല വേദികളിലും പറയുന്ന ഒരു നിലപാടുകൾ കൂടുതലും ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ ഒരു പരസ്യ പ്രതികരണങ്ങളോട് സാമ്യമുള്ളതാണ്. അതായത് കൂടുതൽ സമാധാനപരമായിട്ടുള്ള നീക്കങ്ങൾക്കാണ് JD വാൻസ് മുൻഗണന നൽകുന്നത്. പക്ഷേ ഇന്നലെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ വാൻസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സമയം തന്നെ ട്രംപിൻ്റെ ഒരു ഭരണതലത്തിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനാണ് US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ. മാർക്കോ റൂബിയോയുടെ പരാമർശങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ അദ്ദേഹം സന്ദർശനം നടത്തിയ വേളയിലാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെയും അതുപോലെ ലെബനന് നേരെയും വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നിലപാടുകളിലുള്ള വൈരുദ്ധ്യം ഇനി 2028 തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടിനെ അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജി, ഒരു പൊതുവായിട്ടുള്ള നിലപാടിനെ രൂപീകരിക്കുന്നതിൽ തടസ്സമാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അവിടെ ആ പാർട്ടി ക്യാമ്പിൽ നിലനിൽക്കുന്നത്. പക്ഷേ വൈറ്റ് ഹൗസ് ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ യാതൊരുവിധ ഭിന്നതകളും ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇരുവരുടെയും വാക്കുകളിൽ ആ ഭിന്നത വളരെ വ്യക്തമാണ്. ഇരുവരും ഒരു പരസ്യമായി ഏറ്റുമുട്ടിയിട്ടില്ല എങ്കിലും പലരും പല പൊതുവേദികളിൽ നടത്തുന്ന പരാമർശങ്ങൾ പല തലങ്ങളിലുള്ളതാണ്. വൈറ്റ് ഹൗസ് തുടർച്ചയായിട്ട് പറയുന്നത് ഭിന്നതയില്ല, ഞങ്ങൾ ഇവിടെ ഒരു പക്ഷമേ ഉള്ളൂ, അത് പ്രസിഡന്റ് ട്രംപിന്റെ പക്ഷമാണ്. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശപ്പെടുത്തില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ ഭരണകൂടം മുഴുവനുമായി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഇവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.